ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 30. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. ഡേ 30, ഏപ്രിൽ 23, 1977, 125. നിങ്ങൾക്ക് വഴിതെറ്റിപ്പോകാൻ അനുവദിക്കരുത്. പ്രിയപുത്രരെ, നിങ്ങൾ ജീവിക്കുന്ന ലോകം നിങ്ങളെ വഴിതെറ്റിക്കുന്നതിന് അനുവദിക്കരുത്. വാക്കുകൊണ്ട് അത് വഴിതെറ്റിക്കുന്നു. ഇന്നത്തെ പോലെ മുൻപൊരിക്കലും വാക്ക് യഥാർത്ഥത്തിൽ പൈശാചികമായ പാവപ്രേരണയുടെ ഉപകരണമായിട്ടില്ല. ഭാഷണം വഞ്ചിക്കുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്നു. ഭാഷണം അബദ്ധം പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഭാഷണം സത്യത്തെ മറയ്ക്കാനുള്ള ഉപാധിയാകുന്നു. ഉദാഹരണമായി, സ്വാഭാവിക നിയമത്തിൻ്റെയും ദൈവകൽപ്പനകളുടെയും ലംഘനങ്ങൾ മനുഷ്യൻ്റെ മൂല്യങ്ങളും വിജയകരമായി എടുത്തു കാണിക്കുന്നു. അബദ്ധ സിദ്ധാന്തങ്ങൾ സത്യം ഗ്രഹിക്കാനുള്ള പുതിയ മാർഗങ്ങളായി പ്രചരിപ്പിക്കപ്പെടുന്നു. ദൈവവചനത്തിൻ്റെ വിശദീകരണത്തിൽ പോലും അതീവ ഗുരുതരമായ പ്രബോധനങ്ങൾ നൽകുകയും അവയെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. മാർപ്പാപ്പ സംസാരിക്കുന്നു, എന്നാൽ ആരും അദ്ദേഹത്തെ ശ്രവിക്കുന്നില്ല. ആളുകൾ അവരുടെ പഴയ വഴിയിലൂടെ സഞ്ചരിക്കുകയും എങ്ങും പ്രചാരണത്തിലായി കഴിഞ്ഞ അബദ്ധ പ്രബോധനമാകുന്ന അന്ധകാരത്തിൻ്റെ അഗാധ തരമായ കുണ്ടുകളിലേക്ക് നിബന്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇന്ന് എൻ്റെ ശത്രു നിങ്ങളെ പാപത്തിലേക്ക് വിശിഷ്യ മനസ്സിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് നിങ്ങളുടെ എളിമയും നിങ്ങളുടെ വിധേയത്വവും നിങ്ങളുടെ അനുസരണവും കൊണ്ട് എതിരിടുക. സത്യം തന്നെയായ എൻ്റെ പുത്രൻ യേശുവിനെ മാത്രം വീക്ഷിക്കുക. ലോകം നിങ്ങളെ ഭാവാനുകരണങ്ങൾ കൊണ്ട് വഴിതെറ്റിക്കുന്നു. നിങ്ങളുടെ ദിവസങ്ങളിലെ പോലെ അസന്മാർഗീയതയും നിർലജ്ജമായ അശ്ലീലവും മുൻപൊരിക്കലും ഇത്ര വിപുലമായി പ്രചരിക്കപ്പെടുകയോ പുകഴ്ത്തപ്പെടുകയോ ചെയ്തിട്ടില്ല. സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചുള്ള ഈ അബദ്ധധാരണയുടെ പേരിൽ എല്ലാ ധാർമ്മിക അബദ്ധ സിദ്ധാന്തങ്ങളും നീതീകരിക്കപ്പെടുന്നു. അവർ പ്രായം കുറഞ്ഞവരിൽ നിന്ന് ആരംഭിക്കുകയും നിരവധി ആത്മാക്കളുടെ നൈർമല്യത്തെ ഭഞ്ജിക്കുകയും ചെയ്യുന്നു. തന്മൂലം അനേകരെ അവരറിയാതെ തന്നെ ഈ രോഗം പിടികൂടുകയും ചെയ്യുന്നു. നിങ്ങളാകട്ടെ എന്നെ മാത്രം നോക്കിക്കൊണ്ട് ഇതിന് പ്രതിവിധി നേടുക. അങ്ങനെ നിങ്ങളുടെ ചുറ്റും പ്രചരിപ്പിക്കപ്പെടുന്ന തിന്മയെ അതിൽ നോട്ടമുറപ്പിക്കാതെ കണ്ടു മനസ്സിലാക്കുക. ഏകമാർഗമായ എൻ്റെ പുത്രൻ യേശുവിൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകും. ലോകം അതിൻ്റെ പ്രവർത്തികളാൽ നിങ്ങളെ വഴിതെറ്റിക്കുന്നു. ലോകത്തിൻ്റെ പ്രവർത്തികൾ ഈ നാളിൽ എന്നതുപോലെ ഒരിക്കലും ഇത്ര വഷളായിരുന്നിട്ടില്ല. അത് ദൈവത്തെ നിഷേധിച്ചു. ഈ നിഷേധത്തിൻ്റെ ഇരുട്ടിൽ അത് നടക്കുന്നു. ഇനി അതിനെ സ്നേഹിക്കുന്നതിനുള്ള കഴിവില്ല. പ്രകാശത്തിൽ വ്യാപരിക്കുവാനുള്ള ശക്തിയുമില്ല. ഇപ്പോഴും ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളായി ജീവിക്കുന്നതിന് കഴിവുള്ളവർ എവിടെ? അത് നിന്നെയും സർവോപരി നീ ജീവിക്കുന്ന ലോകത്തെയും പാപത്തിലേക്ക് എത്ര ശക്തമായി ആകർഷിക്കുന്നു. ഇക്കാരണത്താൽ നിന്റെ ജീവനും എൻ്റെ ഏകസുതനുമായ യേശുവിനെ പിൻചെല്ലുവാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. നിന്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് തിരിച്ചുകൊണ്ട് ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് നിന്നെ സഹായിക്കാൻ വേണ്ടി സ്വർഗത്തിലേക്ക് എഴുന്നള്ളി ലോകത്തിൻ്റേതാകാതെ ലോകത്തിൽ ജീവിക്കാതെ നിന്നെ സഹായിക്കാൻ അവൻ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി. എൻ്റെ കരങ്ങളാൽ നയിക്കപ്പെട്ട് നിങ്ങളുടെ സത്യവും നിങ്ങളുടെ വഴിയും നിങ്ങളുടെ ജീവനുമായ യേശുവിനെ അനുനിമിഷം പിന്തുടരുന്നെങ്കിൽ ഈ ലോകം നിങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ നിങ്ങൾക്കിടയാവുകയില്ല. എൻ്റെ പദ്ധതി ഏപ്രിൽ 29, 1977, 126. ഇത് എൻ്റെ മണിക്കൂർ അത്രേ. സഭയുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ദീർഘകാലമായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പദ്ധതിയെ തടസ്സപ്പെടുത്തുവാൻ ആർക്കും സാധ്യമല്ല. ഓ വൈദികരെ, എൻ്റെ സ്നേഹഭാജനങ്ങളായ പുത്രന്മാരെ, നിങ്ങളാണ് എൻ്റെ പദ്ധതിയുടെ സമരതന്ത്രപ്രധാനമായ ഘടകങ്ങൾ. എൻ്റെ പദ്ധതി നിങ്ങളിലൂടെ മാത്രമേ നിർവഹിക്കാൻ കഴിയൂ. എന്നിരുന്നാലും അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ അറിയേണ്ടതില്ല. ഞാൻ നിങ്ങളുടെ നായിക ആയതിനാൽ അത് ഞാൻ അറിഞ്ഞാൽ മതിയാകും. നിങ്ങളെല്ലാവരും എൻ്റെ കൽപ്പനകൾ വിധേയത്വത്തോടെ അനുസരിക്കുകയും ഞാൻ നിങ്ങളെ നയിക്കുന്നതിന് സമ്മതിക്കുകയും ചെയ്യുക. ഞാൻ നിങ്ങളെ എവിടത്തേക്കാണ് നയിക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കരുത്. നിങ്ങളെ ഓരോരുത്തരെയും യഥാസ്ഥാനങ്ങളിൽ ഞാൻ നിയോഗിക്കും. ഓരോരുത്തരും അവനവൻ്റെ ഭാഗം ശരിയായി നിർവഹിക്കുന്നതിന് ശ്രദ്ധിക്കുക. മറ്റു കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുകയോ അവയെപ്പറ്റി ഉത്കണ്ഠരാകുലരാകുകയോ ചെയ്യരുത്. ദീർഘകാലത്തിന് മുമ്പ് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ
എൻ്റെ വിമല ഹൃദയം രൂപം കൊടുത്ത പദ്ധതി അനുസരിച്ച് എല്ലാം ക്രമീകരിക്കപ്പെടേണ്ട ചുമതല എൻ്റേതത്രയും. പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ നിൽക്കാൻ നിങ്ങളിൽ ചിലർ വിളിക്കപ്പെടും. എൻ്റെ പുത്രൻ യേശുവിൻ്റെ സുവിശേഷം ഉൾക്കൊള്ളുന്ന എല്ലാ സത്യത്തെയും നശിപ്പിക്കുന്നതിന് ശ്രമിക്കുന്നവരുടെ ആക്രമണങ്ങളെ എതിർത്തു തോൽപ്പിക്കാൻ വേണ്ട പ്രകാശവും ശക്തിയും അവർക്ക് നൽകപ്പെടും. അസത്യത്തെ തുടർന്ന് കാണിക്കുന്നതിനും സത്യത്തെ സംരക്ഷിക്കുന്നതിനുമായി ഇരുതല വാൾ മൂർച്ചയുള്ള ഒരു ഖഡ്ഗം നിങ്ങളുടെ വായിൽ പ്രത്യക്ഷപ്പെടും. നിങ്ങളുടെ കയ്യിൽ ഒരു ജപമാലയുടെ കിരീടവും മറ്റേ കയ്യിൽ എൻ്റെ സുതൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് സമരം കൂടുതൽ ഉഗ്രവും കൂടുതൽ നിർണായകവും ആകുന്നതിനനുസരിച്ച് അസംഖ്യം ആത്മാക്കളെ നിങ്ങൾ അവൻ്റെ അടുക്കൽ ആകർഷിച്ചു കൊണ്ടുവരും. പരിശുദ്ധാത്മാവിൻ്റെ പരമനിർമ്മലമായ പ്രകാശത്തിൻ്റെ അഗ്നിയാൽ നിങ്ങൾ അബദ്ധത്തിൻ്റെ എല്ലാ അന്ധകാരത്തെയും ചുട്ടരിച്ചു കളയും. സത്യം നിങ്ങളിലൂടെ അവസാനം വിജയിക്കുകയും ചെയ്യും. മുൻനിരയിലുള്ളവരെ സഹായിക്കാൻ മറ്റുള്ളവർ വിളിക്കപ്പെടും. അവർ വളരെയധികം പ്രാർത്ഥിക്കുകയും സഹിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവരിൽ പലരിൽ നിന്ന് സഹനങ്ങൾ, സ്വന്തം ജീവനെ അർപ്പിക്കുന്ന വിധത്തിൽ അത്ര വലിയ സഹനങ്ങൾ ഞാൻ ആവശ്യപ്പെടും. എൻ്റെ സ്ഥിരവും അസാധാരണവുമായ സാന്നിധ്യത്തിൻ്റെ ആശ്വാസം അവർക്ക് ഞാൻ നൽകും. ലോകരക്ഷയ്ക്ക് വേണ്ടി അവർ ബലിയർപ്പിക്കപ്പെടുന്ന ബലിപീഠം എൻ്റെ ഹൃദയമായിരിക്കും. എൻ്റെ വൈദിക സുതരെ, ഇപ്പോൾ ഞാൻ നിങ്ങളെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളിൽ ഓരോരുത്തരും തങ്ങളുടെ സ്ഥാനങ്ങൾ നിർണയിച്ച് നൽകിയിട്ടുണ്ട്. മെയ് 18, 1977, 127 എൻ്റെ സമരം. വത്സല സുതരെ, നിങ്ങളെ ഞാൻ നയിക്കുന്നതിന് സമ്മതിച്ചു തരിക. എൻ്റെ സമരം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. എൻ്റെ ശത്രുവിൻ്റെ ഹൃദയത്തിൽ തന്നെ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കും. എവിടെ തൻ്റെ വിജയം സുനിശ്ചിതമെന്ന് അവൻ വിചാരിക്കുന്നുവോ അവിടെ തന്നെ ഞാൻ പ്രവർത്തിക്കും. അഹങ്കാരത്താൽ നിന്നെ പാപത്തിലേക്ക് നയിക്കുന്നതിന് അവന് കഴിഞ്ഞു. മുൻകൂട്ടി എല്ലാം ബുദ്ധിപൂർവ്വം ക്രമീകരിക്കുന്നതിന് അവന് സാധിച്ചു. അവൻ്റെ പരിപാടികൾ മനുഷ്യശാസ്ത്രത്തിൻ്റെയും മനുഷ്യ സാങ്കേതിക വിദ്യയുടെയും ഓരോ വിഭാഗത്തിലും അടിച്ചേൽപ്പിക്കുന്നതിനും തദ്വാര സർവവും ദൈവത്തിനെതിരായിട്ടുള്ള ഒരു വിപ്ലവമാക്കി തീർക്കുന്നതിനും അവൻ ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. മനുഷ്യരിൽ സിംഹഭാഗവും ഇപ്പോൾ അവൻ്റെ കരങ്ങളിലത്രേ. ശാസ്ത്രജ്ഞന്മാരെയും കലാകാരന്മാരെയും തത്വശാസ്ത്രജ്ഞന്മാരെയും ജ്ഞാനികളെയും ശക്തരെയും വക്രത കൊണ്ട് തന്നിലേക്ക് ആകർഷിക്കുവാൻ അവന് കഴിഞ്ഞിട്ടുണ്ട്. അവൻ്റെ ആകർഷണ വലയത്തിൽപ്പെട്ട അവർ ദൈവത്തെ കൂടാതെയും ദൈവത്തിനെതിരെയും പ്രവർത്തിച്ചുകൊണ്ട് അവൻ്റെ ശുശ്രൂഷയ്ക്ക് ആത്മാർപ്പണം ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതാണ് അവൻ്റെ ദുർബലവശം. ചെറിയവരുടെയും പാവപ്പെട്ടവരുടെയും വിനീതരുടെയും ബലഹീനരുടെയും ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അവനെ ആക്രമിക്കും. അഹങ്കാരികൾ കൈയടക്കിയിരിക്കുന്ന ശക്തിദുർഗങ്ങൾ ആക്രമിക്കുന്നതിന് ദൈവത്തിൻ്റെ വിനീതദാസിയായി ഞാൻ വിനീതരുടെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ എന്നെ തന്നെ പ്രതിഷ്ഠിക്കും. എൻ്റെ മക്കളിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം ഇത് മാത്രമത്രേ. എൻ്റെ വിമല ഹൃദയത്തിന് അവർ ആത്മപ്രതിഷ്ഠ നടത്താനും തങ്ങളെ എൻ്റേതാക്കി തീർക്കുന്നതിന് അവർ എന്നെ അനുവദിക്കുന്നതിനും ഇങ്ങനെ അവരിൽ പ്രവർത്തിക്കുന്ന ആൾ ഞാൻ തന്നെ ആയിരിക്കും. സാത്താൻ എൻ്റെ സഭയെപ്പോലും വിജയിച്ചുവെന്ന് തോന്നിപ്പോകും. നിങ്ങളെ കബളിപ്പിക്കുന്നതിലും വഴിതെറ്റിക്കുന്നതിലും അവൻ വിജയിച്ചിരിക്കുന്നതിനാൽ തൻ്റെ നില സുരക്ഷിതമെന്ന് അവൻ കരുതുന്നു. സാത്താൻ്റെ ആയുധങ്ങൾ അവൻ്റെ അബദ്ധ പ്രബോധനങ്ങളാൽ ഇപ്പോൾ സർവത്ര പ്രചാരണത്തിലായിരിക്കുന്നതും എൻ്റെ പ്രിയ വൈദിക സുതരിൽ അനേകരും പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുമായ അബദ്ധ പ്രബോധനങ്ങളാൽ അവൻ ആളുകളെ വഴിതെറ്റിക്കുകയും ചതിക്കുകയും ചെയ്യുന്നു. അവിശ്വസ്തതയാൽ സുവിശേഷവൽക്കരണം കൂടുതൽ ആധുനികവും സ്വീകാര്യവുമാക്കുന്നതിനുള്ള ശ്രമത്തിൽ അവിശ്വസ്ത സംസ്കാരത്തിൻ്റെയും ആധുനികവൽക്കരണത്തിൻ്റെയും വസ്ത്രം ധരിച്ചിരിക്കുന്നു. തന്മൂലം ഇന്ന് ചിലർ പ്രസംഗിക്കുന്ന സുവിശേഷം എൻ്റെ മകൻ യേശുവിൻ്റെ സുവിശേഷമല്ല. പാപം കൂടുതൽ ചെയ്യപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. മിക്കപ്പോഴും വൈദികരുടെയും സന്യസ്തരുടെയും ജീവിതമാണ് യഥാർത്ഥത്തിൽ അശുദ്ധിയുടെ കേളിരംഗമായി തീരുന്നത്. മുങ്ങിത്താഴാൻ പോകുന്നുവെന്ന് തോന്നുന്ന ഈ സഭയുടെ മേൽ പിശാച് അവൻ്റെ നിർണായക വിജയം കൈവരിക്കുന്നതിന് ആഗ്രഹിക്കുന്നു. അവൻ്റെ വിജയം എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയ കാരണമായി മാറ്റിക്കൊണ്ട് അവൻ്റെ ഹൃദയത്തെ ഞാൻ പ്രഹരിക്കും. അവൻ എങ്ങും പരത്തിയിരിക്കുന്ന ഇരുട്ടിനെ തന്നെ ഉപകരണമാക്കിക്കൊണ്ട് എൻ്റെ പുത്രനിൽ നിന്ന് ഏറ്റവും ചെറിയ ആത്മാക്കളെ ഞാൻ തിരഞ്ഞെടുക്കുകയും അവർക്ക് എൻ്റെ പ്രകാശം നൽകുകയും ചെയ്യും. ഈ ഇരുട്ട് നിമിത്തം എല്ലാവരും എൻ്റെ വിമല ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശത്തിൽ ആത്മരക്ഷ അന്വേഷിക്കും. എൻ്റെ ശത്രുവിൻ്റെ എല്ലാ നേട്ടങ്ങളും
അനേക ആത്മാക്കൾക്ക് എൻ്റെ മാതൃഹൃദയത്തിൽ അഭയം തേടാൻ ഉപകരിക്കും. വിശ്വാസത്തിന് വീരോചിതമായ സാക്ഷ്യം വഹിക്കാൻ വേലും എൻ്റെ വൈദികരെ ആഹ്വാനം ചെയ്യും. അബദ്ധസഞ്ചാരം ചെയ്യുന്ന അനേകം പാവപ്പെട്ട മക്കളെ വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് തങ്ങളുടെ മാതൃകയാൽ തിരിച്ചു കൊണ്ടുവരുവാൻ അവരെ ഞാൻ സഹായിക്കും. എൻ്റെ പ്രിയ പുത്രന്മാരെ വലിയ പരിശുദ്ധിയിലേക്ക് ഞാൻ കൊണ്ടുവരും. അങ്ങനെ അവർ വഴി ലോകത്തിൻ്റെ എല്ലാ പാപങ്ങൾക്കും വീണ്ടും പരിഹാരം ചെയ്യപ്പെടും. ഈ ദൃശ്യം എൻ്റെ നാശത്തിലായിപ്പോയ മക്കളെ രക്ഷിക്കാൻ ഇനിയും സാധ്യമാകും. ഇതുകൊണ്ടാണ് പിശാച് എന്നെ ഇത്രയധികം ഭയപ്പെടുന്നത്. ഇപ്പോൾ എൻ്റെ കുഞ്ഞുമക്കളുടെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പ്രവൃത്തി പഥത്തിലേക്ക് നീങ്ങുകയാണ്. എൻ്റെ വിജയം സർവ്വതിലും പരിപൂർണമാകുന്നതുവരെ ഇതിൽ നിന്ന് എന്നെ വിരമിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഈ വിധം എല്ലാം പരാജയപ്പെട്ടു എന്ന് തോന്നിക്കുന്ന നിമിഷത്തിൽ തന്നെ ദൈവപരിപാലന എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം ലോകത്തിൽ കൈവരുത്തും. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധനായ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ വലിയ പരിപാലനയാണ് നമ്മളെ ഈ 30 ദിവസം ഇവിടെ നയിച്ചത്. കർത്താവ് വീണ്ടും നമ്മളെ നയിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥ അപേക്ഷിക്കട്ടെ. അവളുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് സ്വയം പ്രതിഷ്ഠിക്കാം. നിങ്ങൾക്ക് സാധ്യമാവുന്നത്ര ഈ സന്ദേശങ്ങൾ ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് വൈദികരുടെ ഗ്രൂപ്പുകളിൽ നിങ്ങൾ ഈ സന്ദേശങ്ങൾ ഷെയർ ചെയ്യുക. അനേകം വൈദികർ സ്വയം വിശുദ്ധീകരിക്കപ്പെടുന്നതിനും പരിശുദ്ധ അമ്മയാൽ നയിക്കപ്പെടുന്നതിനും വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക. നിങ്ങൾ ഓരോരുത്തരും പിശാചിൻ്റെ കണികളിൽ നിന്ന്, അവൻ്റെ അബദ്ധ പ്രബോധനങ്ങളിൽ നിന്നും അബദ്ധ സിദ്ധാന്തങ്ങളിൽ നിന്ന് സംരക്ഷിതരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ സ്തുതി, പരിശുദ്ധാത്മാവെ സ്തോത്രം, പരിശുദ്ധാത്മാവെ ആരാധന. ഏകദൈവമേ യേശുവെ നന്ദി, ഏകദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന. യേശു നാമം മഹത്വപ്പെടട്ടെ. യേശുവെ നന്ദി, ആരാധന.